ചേച്ചി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൊട്ടയിലിട്ട് കൊണ്ടുവന്നേക്കാണല്ലേ. ഭക്ഷണം കഴിക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, വായ പോയി കിടക്കും. വെള്ളം കുടിച്ചു, പല്ലേച്ചു, പിന്നെ അതും പോയി. കുട്ടി വേഗം കെട്ടിത്തരണം, ടിഫിൻ ബോക്സ് എടുത്ത് വെക്കണം. പോയി പോയി. അമ്മ കറി എന്താ? അമ്മ മുടി കെട്ടിത്തരോ? ചേട്ടൻ ചേച്ചിയോട് ദേഷ്യപ്പെട്ടാൽ പറയുന്ന 3 കാര്യങ്ങൾ. പുഴ കൂട്ടി വരുന്ന 3 സ്ഥലങ്ങള്. അഴീക്കോട്, എന്നും ഇടുന്ന 3 ഡ്രസ്. കായിൽ ആരംഭിക്കുന്ന 3 പാട്ടുകൾ. പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട്. അത് 5 സെക്കൻഡ് ഉള്ളത് മൊത്തം പാടരുത്. 3 പാട്ട് പാട്. കഴിഞ്ഞത് പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടണ്ടേ? Ready, 1, 2, 3, 4. ഡാർലിംഗ്, ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്, നീ എന്റെ ലഹരി, ഞാൻ നിന്റെ ലഹരി, നിന്നിലറിയാൻ എനിക്ക് മോഹം ഡാർലിംഗ്. സ്പോക്കൻ ഇംഗ്ലീഷ് അറിഞ്ഞല്ലോ. 2 വാക്ക് പറഞ്ഞ കേൾക്കട്ടെ. ഹലോ, എങ്ങനെ ഇരിക്കണം? I'm starving. I'm thirsty. ശൃംഗാരം, ശൃംഗാരം. ഇങ്ങനെ വരുമ്പോ അമ്മയ്ക്ക് ഒരു എക്സ്പ്രഷൻ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഇല്ലാത്തതാണ്. ഇന്ന് കുഴിമന്തി കഴിച്ചോ? കുഴിമന്തി കഴിച്ചില്ല. വേറെ എന്തെങ്കിലും വാങ്ങിത്തരാം. ഇവർക്ക് മരിച്ചു പോകുന്ന പേടിയാ. ടേക്കൊക്കെ പോവോ? അതൊക്കെ പോവാറുണ്ട്. ചേട്ടാ ശൃംഗാരം. ഇത് മറ്റേ അപ്പി കണ്ടോണായി പോയല്ല. ഹാസ്യം. ഹാസ്യം. ഇതെല്ലാത്തിനും ചുണ്ടിങ്ങനെ രൗദ്രം. അതെന്താന്ന് പറ. രൗദ്രം ഞാൻ കാണിച്ചില്ലേ അങ്ങനെ. നാഗവല്ലി. ഏറ്റവും എന്റെ കുഞ്ഞുമോൾക്ക് എന്താവാനാണ് ശരിക്കും ആഗ്രഹം? ഫ്യൂച്ചറിന്റെ കാലത്ത് ഫ്യൂച്ചറിന് ഇഷ്ടമുള്ള ചെയ്തോളൂ. അത് നമ്മളിപ്പൊ തന്നെ വെക്കേണ്ട നമ്മൾ തന്നെ ആവണ്ടേ? നമുക്ക് നമ്മുടേതായ ഓരോ ഇഷ്ടങ്ങൾ, നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ആവണം. ഈ പ്രായത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. നീ വേഗം വരുമോ, നീ വേദ്യം തരുമോ, നീ വേഗം വരുമോ, നീ വേദ്യം തരുമോ, ചുണ്ടിലെ കുടി ചുംബനം നീ എനിക്കായി തരുമോ, ഓ മൈ ഡാർലിംഗ്, നീ എന്റെ ലഹരി, ഞാൻ എന്റെ ലഹരി. എല്ലാവർക്കും നമ്മുടെ സൈന സൗത്ത് പ്ലസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. ഹായ്. എന്തൊരു എനർജിയാണോ നിങ്ങൾക്ക്? ഞാനൊരു ചെറുപ്പക്കാരനല്ലേ? അതാ നല്ലല്ലെങ്കിൽ ഞാൻ പറയൂല. അത് ഞങ്ങള് വരുമ്പോ ബൂസ്റ്റ് കഴിച്ചോ. ഇത്രയും കാലം നമ്മൾ കാണുന്നവരൊക്കെ ആക്ച്വലി വിചാരിച്ചിരുന്നത് നമ്മുടെ ചേട്ടൻ റിയൽ ഫാദർ ആണ്, ചേട്ടന്റെ തന്നെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ശൈലയ്ക്ക് നമുക്ക് വരാം. ഈ കണ്ടന്റ് ഞാൻ അതാണ് ആലോചിക്കണം. 3 മക്കളുണ്ട്. അപ്പൊ ഈ കണ്ടന്റ് ആക്ച്വലി ഏത് പിള്ളേരെ ഓരോ ചേഷ്ടകളൊക്കെ കാണുമ്പോൾ ചേട്ടാ ഓക്കെ ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ആരെ കണ്ട കൂടുതൽ? അല്ല അതല്ല ഓരോരുത്തരിൽ നിന്ന് കിട്ടാറുണ്ട് പുള്ളിക്ക്. അതിപ്പോ അവര് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാന്ന് വെച്ചാലേ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവള് ഒരു മറ്റേ എന്തിട്ടാണ് JCB കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജീജോനോട് പറഞ്ഞു, ജീജോ ഇത് വെച്ചിട്ട് പറഞ്ഞ ചെയ്യണല്ലോ നമുക്ക്. അപ്പൊ ജീജോ ഇങ്ങനെ നോക്കി ഇങ്ങനെ ജഗദീഷ് നോക്കണം അവരെ ഇങ്ങനെ നല്ല നോട്ടം നോക്കി കഴിഞ്ഞു.
ശരിയാണല്ലോ ഇത് നമുക്ക് ചെയ്യും. ഇതിപ്പോ തന്നെയാണ് ചെയ്യാ. ആ, അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ ക്യാമറ എടുക്കണമെന്ന് പുള്ളി. അവിടെ ആഹാ. പറഞ്ഞു അപ്പൊ ഞാൻ പിള്ളേരോട് ചോദിക്കട്ടെ, എന്തെങ്കിലും അച്ഛൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോ ഇങ്ങനെ സജഷൻസ് കൊടുക്കാറുണ്ടോ? വെച്ചാ ഇതൊക്കെ ഓക്കെ, പക്ഷെ നമുക്കായിട്ടൊരു സജഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? അങ്ങനെ അപ്പൻ്റെ സൈഡ് നിൽക്കാറില്ല. ആ. അയ്യോ, എന്തൊരു decent. ഇത്ര നേരം അത് വരാൻ പാടുള്ളൂ. വരാൻ പോണുള്ളു. വിളിച്ചാലും വലിയതാണേല്. മൈക്ക് കൊടുത്തപ്പോ ഒന്നും മിണ്ടാണ്ടിരുന്നത്. മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞ കുഴപ്പമില്ല, ആൾക്കാർ കാണട്ടെ. അതല്ല, ആ, ഓക്കെ. എന്താ? ഞാനൊന്ന് അതായത് ആ, അപ്പം പറയുന്നേ, അതായത് അപ്പം പറയണ ചെയ്യാ, ആ, ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങോട്ട് പോവാ. അത് ഓക്കെ. കഴിഞ്ഞാൽ നല്ല ചീത്തയും കിട്ടും. ആ ചീത്ത കിട്ടിയതിന് ശേഷം അപ്പനെ പിന്നെ തടസ്സമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ. അതൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് അങ്ങ് പോവാ, അത്ര ഉള്ളു കാര്യം. അത്രേ ഉള്ളൂ. നമ്മളായിട്ട് കൂടുതൽ ഇടപെടരുത്. അങ്ങനെ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. പഠിക്കാറുണ്ടോ വീട്ടിലിപ്പോ ഇത്രയും കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ പഠിക്കാനപ്പോ സമയം കിട്ടും? അതൊക്കെ കിട്ടും. അതൊക്കെ കിട്ടും. അതൊക്കെ കിട്ടാൻ കാരണം എന്താന്ന് വെച്ചാൽ ആ, നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഇപ്പൊ ഒരു 4, 5, 10, 6 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ. അപ്പൊ പറയും നീ ഒന്ന് മര്യാദക്ക് ചെയ്യും. 10 പ്രാവശ്യം ടേക്കൊക്കെ പോവോ? ആ അതൊക്കെ പോവാറുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോ അപ്പറ നീ ഒന്ന് മര്യാദക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വാശിയാവും ഇത് ചെയ്തേ പറ്റുന്നു. അതെ. അങ്ങനെ അങ്ങനെ കുറച്ച് നേരത്തിനുള്ള ചെയ്ത് പോകും, ആ. തീർക്കും. ഓക്കെ. അങ്ങനെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി എല്ലാം ചെയ്ത് പഠിക്കേണ്ട ഇതല്ലേ ഉള്ളൂ. ഓ, പഠിക്കണ കാര്യം സിമ്പിൾ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആരും നന്നായി പഠിക്കാം? ഞാൻ ഏറ്റു പറഞ്ഞു വേഗം. ഞാൻ അതെന്താ ഇതുകൊണ്ട് മാർക്ക് ചേച്ചിക്കാണോ? പക്ഷെ എപ്പോഴും വന്നപ്പോ തന്നെ ഫോൺ നോക്കിയിട്ടുണ്ട്. പോയില്ലേ പൊട്ടിയില്ലേ കാര്യം പൊട്ടിയില്ലേ. നോക്കാണെങ്കിൽ അവിടെ നോക്കണ നിറച്ച് ഇംഗ്ലീഷാ. അതെ, നമുക്ക് മനസ്സിലാവും അല്ലേ? അത് താഴെ ഇംഗ്ലീഷ് ചെയ്തോ ഞാനും വന്ന് കാണും. ആ. അപ്പൊ ഫോൺ ആദ്യം വന്ന് ചേച്ചി ചേച്ചി അടുത്ത് പറഞ്ഞിട്ട് ആദ്യം സ്കൂൾ വിട്ട് വന്നതിന് ഫോൺ എടുക്കരുതെന്ന്. അതിനമ്മ പല പ്രാവശ്യം പറയല്ലേ, ആ. എന്നിട്ടും കേൾക്കില്ല. പരീക്ഷ ആയാലും ഒരു ടെൻഷൻ ഇല്ലാത്ത ആളാണ് ഇവിടെ. ടെൻഷൻ ഇല്ലാത്തൊരു വ്യക്തി. പരീക്ഷ ആയാലും ഫോൺ നോക്കും. പരീക്ഷ ഫോൺ വെക്കും. ഫോണിലാണ് അപ്പൊ പുസ്തകം ഇരിക്കണേ. ഫോണിന്നായാലും ഇങ്ങനെ ഇപ്പൊ ഇവർക്കൊരു കഥാപുസ്തകം വേണം. കഥാപുസ്തകം വേണമെങ്കിൽ ഫോണില് ഗൂഗിളിൽ അതിന്റെ ഇതുണ്ടാവൂല, ഗൂഗിളിലായിട്ട് പുസ്തകത്തിന്റെ ഓരോ പേജുകൾ ഉണ്ടാവും, അതൊക്കെ വായിക്കും. പിന്നെ അവൾക്ക് ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും ഫോൺ നോക്കണേ. അപ്പൊ നിങ്ങൾക്കൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അത് 2 വാക്ക് പറഞ്ഞ കേക്കട്ടെ. ഹലോ വാട്ട് ഇസ് യുവർ നെയിം? ആ എങ്ങനെ ഇരിക്കണം? ഇതിന് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയാ ഞാനും പഠിച്ചത്. വേറൊരു വേർഡ് നമ്മുടെ കുഞ്ഞുമോള് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നല്ലോ. അതെന്താ സ്റ്റാർവിങ്ങില്ലേ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. നമ്മുടെ മുത്തശ്ശൻ ഒരു കിടിലം പാട്ട് മുത്തശ്ശൻ ആദ്യം മുത്തശ്ശൻ എഴുതി ഈണമിട്ട 78 എഴുതിയ ആ കിടിലം പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പോവാണ്. റെഡി അല്ലേ? എല്ലാവരും ഡാൻസ് കളിക്കൂലേ? ഓക്കെ, തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? 3, 2, 1 ഗോ. ഡാർലിംഗ് ആ, ഡാർലിംഗ് ഓ മൈ ഡാർലിംഗ്, നീ എന്റെ ലഹരി, ഞാൻ നിന്റെ ലഹരി, നിന്നിലലിയാൻ എനിക്ക് മോഹം ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്, ഡാർലിംഗ് ഓ മൈ ഡാർലിംഗ്, സുന്ദരി കുമുദിനി സുന്ദരി കുമുദിനി, നീ എൻ കരളിലെ ദേവയാനി, നീ വേഗം വരുമോ, നീവേദ്യം തരുമോ, നീ വേഗം വരുമോ, നീവേദ്യം തരുമോ, ചുണ്ടിലെ ചുംബനം നീ എനിക്കായി തരുമോ, ഡാർലിംഗ് ഓ മൈ ഡാർലിംഗ്, നീ എന്റെ ലഹരി, ഞാൻ നിന്റെ ലഹരി, നിന്നിലലിയാൻ എനിക്ക് മോഹം ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്. കുഞ്ഞുമോൾ ഇപ്പൊ റീസെന്റ് ഒരു വീഡിയോയില് ഒരു വേർഡ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നു. ഞാൻ വീട് വെച്ചാ എന്റെ കൈ കാലൊക്കെ വേദനിക്കുന്നു, പക്ഷെ എന്റെ കൂട്ടുകാരടുത്ത് വീടോട് ചിരിച്ചു. എന്റെ വേദന പോയി.
ഞാൻ ദേ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് അപ്പനോട് പോയി പറഞ്ഞു. അത് മോളായിരുന്നോ പറഞ്ഞേ? ശരിക്കുണ്ടായതാണോ അത്? ശരിക്കും ഞാൻ പറഞ്ഞതാ. ആ. ഞാൻ പറഞ്ഞു അപ്പ ഞാൻ വീണു. അപ്പൊ അപ്പ നീ വീണാ നല്ലത്. അപ്പൊ അപ്പ നല്ലത്. എപ്പ വീണാലും ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ അപ്പ ഞാൻ വീണു. ഓ വാട്ട്സ് എ സർപ്രൈസ്. ഒരു കണ്ടന്റ് അപ്പൊ ഞാൻ പറയും അപ്പൊ ഇത് മാത്രം ഒന്നും പറയാനുള്ള അപ്പ അതല്ലേ ഞാൻ പറഞ്ഞേ. അയ്യോന്നും ഞാൻ പറഞ്ഞേ. വാട്ട്സ് എ സർപ്രൈസ് എന്ന് പറഞ്ഞ പോരാണ്ട് അയ്യോന്നാണ് ഞാൻ പറഞ്ഞത്. വാട്ട് എ സർപ്രൈസ്. അതല്ല, അപ്പൊ കുഞ്ഞുമോള് ഒരു വേർഡ് പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു വേർഡ്? ആ ചെറുക്കൻ വേണപ്പോ എനിക്ക് സമാധാനം. അല്ലല്ല, അത് പരിഗണന പരിഗണന പരിഗണന. അത് പറഞ്ഞേ, വേർഡ് പറഞ്ഞേ. പരി അതില് പറയാൻ കിട്ടുന്നില്ല. പരിഗണന. ഏറ്റവും എന്റെ കുഞ്ഞുമോൾക്ക് എന്താവാനാണ് ശരിക്കും ആഗ്രഹം? എങ്ങനത്തെ ഒരു വ്യക്തി ആവാനാണ് ആഗ്രഹം? കേക്കട്ടെ. മണ്ടത്തരാവരുത്. കാലത്ത് ഫ്യൂച്ചറിന് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. അത് നമ്മൾ ഇപ്പൊ തന്നെ ആലോചിച്ച് കൂട്ടി അതിനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിയില്ലേ ഇത് എവിടുന്ന് ഇത് ആര് പഠിപ്പിച്ചത്? അത് ഫ്യൂച്ചറിനോട് പോയി. ഓ, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ, മോൾക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇപ്പൊ അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മയുടെ ക്യാരക്ടർ ആണോ വെച്ചപ്പോ പകുതി അമ്മയാണ് പകുതി ഞാനാണെന്ന്. അമ്മയ്ക്ക് എന്താ പറയാ ഇവരുടെ ഈ ആക്ടിവിറ്റീസ്, ഇവരുടെ നമ്മൾ തന്നെ ആവണ്ടേ? നമുക്ക് നമ്മുടേതായ ഓരോ ഇഷ്ടങ്ങളും നമ്മുടേതായ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ആവണം. കുട്ടിയുടെ ഈ പോകുന്ന ഈ പ്രായത്തിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. എത്ര സമയം എടുക്കും? ആരാണ് ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പെട്ടെന്ന്? വരാ നിക്ക സ്ക്രിപ്റ്റ് വായിക്കുക, ഇതാണ് ഡയലോഗ്. അപ്പോൾ അവൾ പറയും ഓക്കെ. പക്ഷെ കാണാപ്പാടം പഠിക്കില്ല. അപ്പൊ ഇന്ന കാര്യം ചെയ്യാൻ പറയും. അതായത് ഇപ്പൊ അപ്പ പറയണേ ഈ ഡയലോഗ് നീ പറയണം. അപ്പൊ നമ്മൾ ആ പറയും തെറ്റിപ്പോന്നു, വീണ്ടും എടുക്കുന്നു. അങ്ങനെ അവസാനം ഒരു ഇത് തെറ്റാണ്ട് വരും. അതപ്പോ ഓക്കെ എന്ന് പറയുന്നു. പക്ഷെ അപ്പൊ ആ തെറ്റിയ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയില്ല. കാരണം എഡിറ്റ് ചെയ്യുമ്പോ ഏതാ നല്ലത് നോക്കി ഇങ്ങനെ എടുക്കാനായിട്ട്. പിള്ളേർക്ക് അല്ല, അത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളത്, ഇപ്പൊ ഞാൻ ഡബ് ചെയ്യുമ്പോഴും അതായത് പുള്ളി ആ ഡയലോഗ് പറയും. ആ ഒരു ഇതാണ് തപ്പിയെടുക്കുന്നത്. ഇങ്ങനെ എടുത്തെടുത്ത് പിന്നെ അത് പുള്ളി അത് കൂട്ടി യോജിപ്പിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ബുദ്ധിമുട്ടില്ല. എഡിറ്റ് അല്ല മറ്റേ നമ്മള് ഡബ് ചെയ്യണതിന് ബുദ്ധിമുട്ടില്ല. ഒന്നെടുത്ത് അതിലെന്തെങ്കിലും ഒരു പറയുമ്പോൾ ഞാൻ പറയും അല്ലല്ല അന്നും കൂടി പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിയുമ്പോൾ പറയും, പുള്ളിയോട് പറയും പോരാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എടുക്കട്ടെ. അപ്പൊ ആള് അത് വെച്ച് നോക്കി അല്ല ഓക്കെ. അതാണ് ഇപ്പൊ വീഡിയോസിൽ ഡബിങ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞുമോളുടെ ഡബിങ് എങ്ങനെയാ? അതാണ് ചിലതൊക്കെ തെറ്റിപ്പോവും. അതന്നെ വീണ്ടും പറയും. അങ്ങനെ അപ്പൊ പറയും ഇത് ആദ്യം പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യുമ്പോ നമുക്ക് കിട്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ ടിവിയിൽ ഇങ്ങനെ നോക്കി നമ്മുടെ ലിപ്പിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റണേ. അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ? അല്ല, നമ്മൾ അത് നോക്കി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഹെഡ്ഫോൺ വെച്ച് അത് ഓൺ ചെയ്യുന്നു, ആ ഡയലോഗ് കേൾക്കുന്നു, നമുക്കത് പറഞ്ഞു തരുന്നു, നമ്മളാ പറയുന്നു. ടി വി നോക്കണ്ട. ആവശ്യമില്ല. ഇതൊരു ഗെയിം സെഗ്മെന്റ് ആണ്. ഈ ഗെയിമിന്റെ പേര് എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് റൂൾ എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ചേച്ചി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൊട്ടയിലിട്ട് കൊണ്ടുവന്നേക്കാണല്ലേ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, 5 സെക്കൻഡിലാണ് അതിന്റെ ഉത്തരം പറഞ്ഞു തീരണ്ടേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന 3 കാര്യങ്ങൾ. പല്ല് തേക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, പിന്നെ ഓക്കെ. അടുത്തത്, ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, പായ പോയി കിടക്കും. വെള്ളം കുടിച്ചു, പല്ലേച്ചു, പിന്നെ അതും പോയി. അതും ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, ബ്രഷ് ചെയ്യിച്ചു. സ്കൂളിൽ പോകുന്നതിന് മുന്നേ അമ്മയോട് പറയുന്ന 3 കാര്യങ്ങൾ. മുടി വേഗം കെട്ടിത്തരണം, ടിഫിൻ ബോക്സ് എടുത്ത് വെക്കണം. പോയി അമ്മ കറി എന്താ? അമ്മ മുടി കെട്ടിത്തരോ? ചേട്ടൻ ചേച്ചിയോട് ദേഷ്യപ്പെട്ടാൽ പറയുന്ന 3 കാര്യങ്ങൾ. പറയേണ്ടത്
അങ്ങനെ പറ്റില്ല. ഞാൻ ദേഷ്യപ്പെട്ട ഒന്നും പറയാറില്ല. ചേട്ടാ പരമമായ സോണ. ചേച്ചി പറ, എന്താ പറയാറ്? അതും പറയരുത്. അതും പറയരുത്. ആ, ശരിയാ. ആൾക്കാര് ഓക്കെ. നിങ്ങളെനിക്ക് ഇഷ്ടമല്ല. അമ്മേനെ എനിക്ക് ഇഷ്ടമല്ല. അമ്മ പൊട്ടയാണ്. ഇത് ഭയങ്കര ഡിപ്ലോമാറ്റിക് കിഡാണ്. ഓക്കെ, ഇവളെ സൂക്ഷിക്കണം. ഇഷ്ടമുള്ള 3 നായികമാർ. മഞ്ജുവാര്യര്, നയൻതാര, ജൂഹി ചൗള. ഓക്കെ. രശ്മിക മന്ദാര, നയൻതാര, മഞ്ജുവാര്യർ. ഓക്കെ ഓക്കെ ഓക്കെ, ഡൺ ഡൺ. അടുത്തത് പുഴ കൂട്ടി വരുന്ന 3 സ്ഥലങ്ങള്. പുഴ വെട്ടിയാണ് ആ ആ അഴീക്കോട്, ആലപ്പുഴ. ആ 3 സ്ഥലം. 3 ആലപ്പുഴ, എറണാകുളം. അത് കൊളാണ്, പുഴയല്ല. സ്കൂൾ ബാഗിൽ കൊണ്ടുപോകുന്ന 3 കാര്യങ്ങൾ. ചോറും പാത്രം, വെള്ളം, കുപ്പി, നോട്ട് ബുക്ക്. ഓ എന്തൊരു സ്മാർട്ട്. ചേച്ചിയാണ് പിള്ളേരെ മറ്റേ സ്കൂൾ ബാഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലേ? അതൊക്കെ ചേച്ചിയുടെ ഹെൽപ്പ് ചെയ്യാനാണ് വിചാരിച്ചോ ഇരിക്കുന്നത്. അല്ലല്ല, ഞാൻ ഇതിനൊക്കെ സപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, എന്ത് സപ്പോർട്ട്? നോക്കി നിൽക്കും. ഇതൊക്കെ വെച്ച് കൊടുക്കാൻ എനിക്കൊരു പ്രചോദനം അതിനല്ല, നമ്മളവിടെ ഒരാളായിട്ട് നിക്കണല്ലോ. അതല്ലെങ്കിൽ അവര് തളർന്നു. 3 പിള്ളേരെ സ്കൂളിൽ വരയ്ക്കുന്ന ചില്ലറ പണിയാണോ? ബാക്ക് സപ്പോർട്ട്. അതല്ല, ഇത് കഴിഞ്ഞിട്ട് ഇവര് ഇത് മാത്രം എടുത്ത് വെക്കും. ഉണ്ടാക്കണ ഞാൻ അത് ശരിയാട്ടോ. സപ്പോർട്ട് ഉണ്ട്. റെഡി ആയിട്ട് 3 പേരും അതെ. അത് ഫ്രണ്ടിൽ റെഡി ആയി നിൽക്കും. അപ്പൊ ഞാൻ 3 പേരെ വരിവരിയായിട്ട് ഇങ്ങനെ കയറ്റി വിടും. ആ ബുക്സ്, ചോറും പ്ലേറ്റ്, ടവല്. പ്ലേറ്റാ? പ്ലേറ്റ് പ്ലേറ്റ് കൊണ്ടുവരാറ് നിങ്ങള്? ആ, ലഞ്ച് ബോക്സ്. ഇനി അടുത്തത് ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡി ആയിട്ടിരുന്നോ? മാ കൂട്ടി വരുന്ന 3 വാക്കുകൾ. മാമൻ, മഞ്ചാടി, മൈലാഞ്ചി, മഞ്ചാന്നായി പോയില്ല. മഞ്ചാടി, മൈലാഞ്ചി, മഞ്ഞ. ഓക്കെ, സമാധാനം. പറഞ്ഞ മണ്ണെണ്ണ. അയ്യോ, മഞ്ഞനായാലും കുഴപ്പമില്ല. മാങ്ങ, മാവ്, അവസാനത്തെ മത്തങ്ങ. കുഴപ്പമില്ല കുഴപ്പമില്ല, ട്രൈ ചെയ്ത അടിപൊളി അടിപൊളി. അടുത്ത 10th ക്വസ്റ്റ്യൻ. ഇത് വളരെ ആലോചിച്ച് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ഇല്ലാത്ത 3 വാക്കുകൾ. എ എന്നുള്ള അക്ഷരം ഇല്ലാത്ത 3 വാക്കുകൾ. പൂച്ച, പട്ടി. അയ്യോ, അമ്മ, അപ്പൻ, ചേട്ടൻ. അപ്പൻ ഇംഗ്ലീഷ് എഴുതുമ്പോ എ ഇല്ലേ? ഓ ഇംഗ്ലീഷാണ് പറയുന്നത്. ഇംഗ്ലീഷ്. ഞങ്ങളുടെ മലയാളത്തിലല്ലേ ആ, അതൊക്കെ പറയണം. ഇംഗ്ലീഷ് പറഞ്ഞാൽ 1 2 3. കായിൽ ആരംഭിക്കുന്ന 3 പാട്ടുകൾ. അപ്പൊ പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട്. കായാമ്പു മണം. അതെ, 5 സെക്കൻഡ് ഉള്ളത് മൊത്തം പാടരുത്. 3 പാട്ട് പാട്. കഴിഞ്ഞത് പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടണ്ടേ? 5 സെക്കൻഡ് വരെ ഇങ്ങനെ പാടണം. അതങ്ങനെയല്ല. കയവ് മണമുള്ള കക്കുത്തിക്കാവിലെ അങ്ങനെ തന്നെ പാടുള്ളൂ. ഓ, അങ്ങനെ. എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പറഞ്ഞു 5 സെക്കൻഡ് കൊണ്ട് പാട്ട് പാടാൻ ഓ, അതും പറയരുത് നിങ്ങൾ. അതാണ് പ്രശ്നം. അല്ല, കാക്കേ കൂടെ അത് സ്ലോ മോഷനിൽ പാടിയതാട്ടോ കുട്ടി. ഒറ്റ ദൈവമേ. ഞങ്ങളെ വെട്ടിലാക്കാൻ വന്നേക്കാണ്. ശരി ശരി. അതെ, ഓക്കെ, ഇത് സിമ്പിൾ ആണേ. അത് ഇപ്പൊ ചിലപ്പോ ചേച്ചിക്കാവും കിട്ടുണ്ടാവുക. 3 മേക്കപ്പ് സാധനങ്ങൾ. ലിപ്സ്റ്റിക്, പൗഡർ, കൺമഷി. ഞാൻ നിന്റെ ഒരു കാര്യം പറയട്ടെ. ഇത് അടച്ചു പിടിച്ചിട്ടല്ല വിളിക്കേണ്ടത്. അതാണ് വരാത്ത സൗണ്ട്. ചേച്ചിയുടെ വിസിൽ ഇത് കേൾക്കണം. എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് ഇങ്ങനെ. ആ, ശരി ശരി ശരി. ഓക്കെ, അപ്പൊ കൺമഷി, ലിപ്സ്റ്റിക്, കൺമഷി അല്ല എന്തോ വേറെ പൗഡർ. പൗഡർ. ലിപ്സ്റ്റിക്, ഐഷാഡോ, ഓക്കെ. എന്താ മേക്കപ്പ് കൂടുതൽ ചെയ്യണ ഒരാളാണല്ലോ ഇവിടെ ഒന്നും പറയാതിരുന്നത്. കൺമഷി. ഓ, ഇപ്പോഴേലും പറഞ്ഞല്ലോ. എന്നും ഇടുന്ന 3 ഡ്രസ്. ഷർട്ട്, പാന്റ്, ബനിയൻ. ഷർട്ട്, മുണ്ട്. ശരിയുള്ള അല്ല, ചേച്ചി ചിരിച്ചേ പറയും.
ഞാൻ എങ്ങോട്ടാണോ പോണെന്ന് ആലോചിക്കുന്നു. അല്ല അതെ ഞാൻ പറഞ്ഞു കൊടുത്തു ബനിയന്ന് ആ യൂണിഫോം ആ മറ്റേ ചെക്ക് യൂണിഫോം പീച്ച് യൂണിഫോം ചെക്ക് യൂണിഫോം പീച്ച് യൂണിഫോം ശനി ഞായർ യൂണിഫോം ഇടുവോ? ശരി ഞാൻ യൂണിഫോം ഇടില്ല എന്നും ഇടുന്ന ഞാൻ ചോദിച്ചത്. എന്നും ഇടുന്ന ഡ്രസ് ആ? ആ എങ്ങനെ ഇരിക്കണം? കടലിൽ ജീവിക്കുന്ന 3 ജീവികളുടെ പേര്. തിമിംഗലം, സ്രാവ്, ചാള. ചാള വിട്ടൊരു കളിയില്ല. ആ. തിമിംഗലം, ഡോൾഫിൻ, ജെല്ലിഫിഷ്, ഒക്ടോപസ്, ഷാർക്ക്, പിന്നെ അയില. ഓക്കെ ഇവിടെ എന്താ പറഞ്ഞറിയോ? ചാള, മത്തി. അല്ലടാ പക്ഷെ തിമിംഗലം ഉണ്ടായിരുന്നത് അച്ഛൻ പറഞ്ഞു. തിമിംഗലം അച്ഛൻ പറഞ്ഞു ആക്ച്വലി. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ ഈ റൗണ്ടിൽ ഞാൻ ചോദിച്ച 3 ചോദ്യങ്ങൾ. ഡെയിലി 3 ഡ്രസ്. പിന്നെ എന്നാലും പോട്ടെ പറഞ്ഞോ കേക്കട്ടെ. കടലിൽ ഉണ്ടാവണം 3 ജീവികൾ. ആ പിന്നെ സ്കൂളിൽ കൊണ്ടുപോകണം മറ്റേ 3 ഐറ്റംസ്. ഐറ്റംസ്. ഓക്കെ ഇടാറുള്ള ഡ്രസ്, പിന്നെ പ്രാവശ്യം തുടങ്ങുന്ന പാട്ട്, ഇല്ലാത്ത അക്ഷരം. അപ്പൊ അത്രയുള്ള നമ്മുടെ 5 സെക്കൻഡ് റൂൾ കഴിഞ്ഞു. അത് സൈനയുടെ ആൾക്കാരോട് ചോദിച്ചെടുത്തേ. നമ്മുടെ 5 സെക്കൻഡ് റൂളിന്റെ നമ്മുടെ പാരന്റ്സിന്റെ സെഗ്മെന്റ് ഇവിടെ തീർന്നിരിക്കുകയാണ്. വിസിലടിക്ക്. ഓക്കെ സോ ഇതിന്റെ വിജയം ആരാണ് നമുക്ക് എപ്പിസോഡ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കാരണം എനിക്ക് തന്നെ എന്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റിപ്പോയി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എനിക്കെന്നെ അറിയില്ല. അത് അയച്ചു തരും. നിങ്ങളുടെ ലീലാവിലാസം സോറി വിലാസം എഴുതി കൊടുത്താൽ മതി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാഴ്ച. എന്നാലും അതിന്റെ ഇടയിൽ ലീല എങ്ങനെയാ വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ. എനിവേ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കൊരു താച്ച പറഞ്ഞാലോ. 3, 2,